ഗുഡ് മോർണിംഗ്. ദേ ഇതുപോലെ നമ്മുടെ പച്ചക്കറി തൈകൾ നന്നായിട്ട് പൂത്തും കാച്ചു നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് കോഴിക്കാരവും ചാണകപ്പൊടിയും ചേർന്ന് ഒരു മിശ്രിതം തയ്യാറാക്കുക. അതിലോട്ട് സോഡോമോണസ്, എല്ലിപ്പൊടി, വേപ്പും പുണ്ണാക്ക് ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇത് ഞാൻ എൻ്റെ ചെടിയൊക്കെ ചെയ്യുന്നതാണേ. ഇത് 1 മാസം പ്രായമായ എൻ്റെ കത്തിരി തൈകളാണേ. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ അടിയിലുള്ള ഇലകൾ, പഴയ ഇലകളെല്ലാം മുറിച്ച് കൊടുക്കണം. മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ എന്തെങ്കിലും കീടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് വളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്നത് ടെറസിലാണ്. അപ്പോഴേക്കും നമ്മൾ ടെറസിൽ നട്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെടിച്ചട്ടികളിലല്ലേ, അപ്പോഴേക്കും കറക്റ്റായിട്ട് നമ്മൾ ഒരു 15 ദിവസത്തേക്ക് ഒരിക്കൽ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ചുറ്റും കരിയില വെച്ച് കൊടുക്കണം. അത് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണേ. കണ്ട ഇതുപോലെ നന്നായിട്ടില്ലേ. എനിക്ക് പച്ചക്കറികൾ മാത്രമല്ല, കുറച്ച് ചെടികളുമുണ്ട്. ഇതിൻ്റെ കരിഞ്ഞ പൂക്കളും ഉണങ്ങിയ കൊമ്പുകളും എല്ലാം വെട്ടിമാറ്റി അതിനുശേഷം വേണം ഉരം ഇട്ട് കൊടുക്കാൻ. അതിന് മുന്നേ അതിൻ്റെ വേരുകളൊന്ന് വളം പിടിക്കുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഉരം ഇടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വളർച്ച കിട്ടും. പച്ചക്കറിക്ക് എങ്ങനെയാണോ ഉരം ചെയ്യുന്നത് അതുപോലെയാണ് എൻ്റെ ചെടിയേക്കും കൊടുക്കുന്നത്. ചെടികൾ എപ്പോഴും പൂ തരണുണ്ട്. ഞാൻ ഈ പച്ചക്കറികൾ ഫ്രിഡ്ജ് ബോക്സ്, ചാക്ക്, ചെടിച്ചട്ടി, പിന്നെ പാത്രങ്ങൾ എല്ലാത്തിലും നടും. നമ്മൾ സാധാ നടുന്നതിനേക്കാളും ഇരട്ടി പരിചരണം ഈ ഫ്രിഡ്ജ് ബോക്സിലും മറ്റും നമ്മൾ ടെറസിൽ നടുമ്പോഴേക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം നോക്കാതിരുന്നാൽ തന്നെ ഇവരെല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർക്ക് 2 നേരം വെള്ളം നിർബന്ധമാണ് ടെറസിലായതുകൊണ്ട്. കണ്ടില്ലേ, ഞാനൊരു വയലിൽ നിൽക്കുന്ന പ്രതീതിയില്ലേ. ഇവിടെ എല്ലാ ഐറ്റം പച്ചക്കറിയും, വാഴ, ചേന, ചേമ്പ്, അങ്ങനെ ഒട്ടുമുക്കിയ പച്ചക്കറികളും എൻ്റെ ഈ ടെറസിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.